ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ വന്നിട്ട് ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എത്രയായി ബില്ല് എന്ന് കണക്ക് കൂട്ടി എൻ്റെ അടുത്ത് പറയണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണമോള് അമ്മയെ കണ്ടിട്ട് വരുന്നത്. എന്നിട്ട് അച്ഛനോട് ചോദിക്കും, അച്ഛൻ കാണുന്നില്ല അമ്മയെ? ആ, എനിക്ക് കാണണം, ഞാനിപ്പോൾ തന്നെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അങ്ങനെ വൈജയുടെ അടുത്ത് എത്തിയിട്ട് പറയും, എനിക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? എന്ത് സംസാരിക്കാനെന്ന് ചോദിക്കും. അല്ല, ഇവിടുത്തെ ഡോക്ടർമാരുടെ അശ്രദ്ധ, ബൈസ്റ്റാൻഡർമാരുടെ അനാസ്ഥ, സിസ്റ്റർമാരുടെ അവഗണന, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനേക്കാളും ഒക്കെ അനുഭവിച്ച് നിൽക്കുകയാണല്ലോ ഞാൻ. ഇതൊക്കെ എനിക്ക് നിസ്സാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. ഇനി ഫുഡിൽ വല്ല പരാതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഫുഡൊക്കെ ബഹു കേമം എന്ന് പറയേ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, ബഹു എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, അല്ലെങ്കിൽ താടിയല് വരെ ഊരിപ്പോരും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? അപകടമൊക്കെ ആർക്കും സംഭവിക്കാന്ന് വൈജ പറയുമ്പോൾ, അപകടമൊക്കെ ആർക്കും സംഭവിക്കാം, പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് ഉള്ള ഒരു അപകടമാണല്ലോ എന്ന് വൈജയെ നോക്കി പറയുവാണേ. എന്നിട്ട് ബാലൻ, നീ വേഗം സുഖപ്പെട്ടിട്ട് വാ, അടുത്ത അംഗം കുറിക്കണ്ടേ നമുക്ക് എന്ന് പറഞ്ഞിട്ട് പോകുവാട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ വൈജയെ തന്നെ തുറച്ചു നോക്കിയിട്ട് പറയും, എനിക്ക് അംഗം കുറിക്കാനേ ഈ ബെഡിൽ നിന്ന് എണീക്കണമെന്നൊന്നുമില്ല, എനിക്ക് ഈ ബെഡ് കിടന്നും പലതും ചെയ്യാനൊക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ തിരികെ അങ്ങ് വരിക. എന്നിട്ട് ചോദിക്കും, എന്താണാവോ ബെഡ് കിടന്ന് ചെയ്യാൻ പറ്റുന്നത്? അതെ, ഞാൻ വക്കീലിനെ കണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറയട്ടെ വൈജ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, വക്കീലന്മാർക്ക് കൈവെള്ളയിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല ഈ ഡിവോഴ്സ് നോട്ടീസ്, അതിനൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് വേണം, അതൊന്ന് ശരിയാക്കുവാൻ എന്ന് പറയും. ശരി, നീ ഡിവോഴ്സ് വാങ്ങിയിട്ട് എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കേ. എനിക്ക് എങ്ങോട്ടും പോയിക്കൂടെ, എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് മാറിക്കോളും, ഞാൻ എൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറയും, നിനക്ക് എത്ര മക്കളുണ്ടെന്നറിയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വൈജ പറയും, എന്താ മനസ്സിലായില്ല, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക. ബാലേന്ദ്രന് അറിയില്ലേ ഞാൻ എത്ര എണ്ണം പ്രസവിച്ചിട്ടുണ്ടെന്ന്? ഞാൻ 3 മക്കളെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ, അതൊക്കെ കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുൻപേ നീ എത്ര എണ്ണം പ്രസവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, കല്യാണത്തിന് മുൻപേ പ്രസവിച്ചത് ബാലേന്ദ്രന്റെ മറ്റവളാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ മറ്റവള് പ്രസവിച്ച കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, നിനക്കും അങ്ങനെ എന്തെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുപോവാ, അപ്പൊ പിന്നെ കണക്ക് ടാലിയാവല്ലോ, വഴക്കും തീരും എന്ന് പറയാണ്. ഇതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, വക്കീൽ നോട്ടീസ് വരുമ്പോഴേ അത് ഒപ്പിട്ട് വാങ്ങാനുള്ള മാന്യത നിങ്ങൾ കാണിച്ചേക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, മര്യാദ ഇത്തിരി കുറവാണ്, എന്നാലും ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കോളാം എന്ന്. എന്നാൽ ഞാനങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. വൈജയന്തി അതും ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രോഹിത്തിനെയും ബബിതയെയും കടപ്പാട്ടൂർ വീട്ടിലേക്ക് അങ്കിൾസ് കൊണ്ടാക്കുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, അച്ഛൻ വല്ലതും പറയോ എന്നുള്ള കാര്യത്തിൽ. എന്താടാ രോഹിത്, നീ ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കും. ആദ്യം നിങ്ങൾ പോയി സംസാരിക്കുക എന്ന് പറയട്ടോ രോഹിത്. നീ ഇറങ്ങടാ, ഞങ്ങൾ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ട് ശിവനും രാജീവനും ഇറങ്ങുകയാണ്. ആ സമയത്ത് രോഹിത് ബബിത ഇറങ്ങാത്തോണ്ട് പറയുന്നുണ്ട് കേട്ടോ, നിനക്കല്ലായിരുന്നോ ഇങ്ങോട്ട് വരാനുള്ള ധൃതി എന്ന് പറയുമ്പോൾ ബബിത വേഗം ബാഗൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ രാജീവനും ശിവനും കൂടി ചെന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നു. അലീനയായിരിക്കും വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ആദ്യത്തെ പേടിയൊക്കെ ഉണ്ടല്ലോ മനസ്സിൽ, അതുപോലെ തന്നെ പേടിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. പേടിക്കണ്ട, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, രോഹിത്തും ബബിനും വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അച്ഛൻ എന്തേലും ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ, ഇത് അവരുടെ വീടല്ലേ എന്ന് ചോദിക്കട്ടെ അലീന. അപ്പോഴേക്കും നമ്മുടെ ശിവൻ അവരെ വിളിച്ച് കയറ്റാണേ. അങ്ങനെ ബബിതയും രോഹിത്തും അകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ അലീനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. അതിനുശേഷം രാജീവൻ ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്, നീ വല്ല പണിയിലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നീ പണിയെടുത്തോ, ഞങ്ങളിവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ, വേണ്ട, അച്ഛനും കൃഷ്ണമോളും രാവിലെ പോയതാ, അവരിങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു, നിങ്ങളിരിക്കുക, കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസോ ചായയോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെയെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, നിങ്ങളൊക്കെ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നത്, ഞാനൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതല്ല, എനിക്ക് എല്ലാവരെയും കാണാനുള്ള ഒരു കൊതി കൊണ്ട് വന്നു പോയതാ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി വരേണ്ടിയിരുന്നില്ല എന്ന്, പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയുന്നിട്ടോ, വേണ്ട, ഇനി തിരിച്ചു പോണ്ട, ശരിക്കും നിന്നെ സംരക്ഷിക്കേണ്ടവർ ഞങ്ങൾ തന്നെയല്ലേ, ഞങ്ങൾക്കന്ന് നീ ആരാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ, ഓരോരോ അബദ്ധങ്ങൾ ചെയ്തു പോയി, നീ ഞങ്ങളോട് ക്ഷമിക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ടോ, നിന്നോട് ഒരു റിക്വസ്റ്റ് മാത്രമേ പറയാനുള്ളൂ, വൈജ ഡിവേഴ്സിന് പോവാന്ന് വെച്ചാൽ നീ കുറച്ച് കാലത്തേക്കെങ്കിലും ഇവിടുന്ന് മാറി താമസിച്ചു കൊടുക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അലീന് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറയാതെ ഞാൻ ഇവിടുന്ന് മാറത്തില്ല എന്ന്, ഇവിടുത്തെ കുടുംബത്തെ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്, ഒന്നിച്ചു പോവെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അതിനു വേണ്ടി മാത്രമാണ് നിന്നോട് ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ
ഒക്കെ അറിയാം അങ്കിൾ, പക്ഷേ എൻ്റെ അച്ഛൻ പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയും. കേൾക്കുന്ന ശിവൻ പറയുന്നുണ്ട് കേട്ടോ, അയാൾ നിൻ്റെ അച്ഛനല്ലല്ലോ എന്ന കാര്യം. എനിക്ക് എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും വലുതാണ് ആ അച്ഛൻ. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ്. അച്ഛൻ്റെ പകരം മറ്റാരാണെങ്കിലും ഞാൻ ആരാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എന്നെ ഇവിടുന്ന് അടിച്ചോടിക്കായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചെയ്തത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ നീ ആരാണെന്ന്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ വൈജയ്ക്കെതിരെയുള്ള ഒരു ആയുധമായിട്ടാണ് നിന്നെ അയാൾ കരുതുന്നത്. അതൊക്കെ അറിയാം അങ്കിൾ. 23 വർഷം ഒരു പറ്റിക്കപ്പെട്ട ആൾക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ, അയാൾ ഒരുക്കി തീർന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മോളെ, പക്ഷേ മറുവശത്ത് നിന്റെ പെറ്റമ്മയാണെന്ന് നീ ഒന്ന് ഓർക്കണം എന്ന് പറയാണ്. അയാളെ നിന്നെ വെച്ച് വൈജയോട് കളിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കും, അച്ഛൻ എന്താ അതിന് മാത്രം ചെയ്തേ? അച്ഛൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് വിടാതെ ഇവിടെ തന്നെ നിർത്തി, അത്രയല്ലേ ഉള്ളൂ. അച്ഛനെ ഈ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും ഇത് നിലനിന്ന് പോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നത്. അച്ഛന് ശരിക്കും നീതി കിട്ടണം. നീതി കൊടുക്കേണ്ട ആള് പിന്നെയും പിന്നെയും വഴക്കിന് വന്നാൽ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അത് കേൾക്കുമ്പോൾ രാജീവൻ പറയും, ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ, നീ ഇപ്പം എന്താ ചെയ്യാന്ന്? അച്ഛന് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഈ ഞാൻ. പക്ഷേ മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരിക്കുക. അച്ഛനെ ഇത്രയും കാലം ചതിച്ച ആളാണല്ലോ ഞാൻ എന്നോർത്ത് അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹത്തോടെ പെരുമാറാം, അച്ഛൻ പതിയെ അങ്ങ് തണുത്തോളും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജീവിനെയും ശിവനെയും മാറി മാറി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ ബാലചന്ദ്രൻ്റെ വരവ് കേട്ടോ. ആ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രാജീവനും ശിവനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അങ്ങനെ വന്നിറങ്ങിയ ബാലചന്ദ്രനോട് കൃഷ്ണമോള് ചോദിക്കും, അല്ല ഇത് കൊല്ലപ്പള്ളിക്കാരുടെ വണ്ടിയാണല്ലോ അച്ഛാ എന്ന്. ഓ, വെട്ടുകിളികൾ വന്നെന്ന് തോന്നുന്നു, അലീനേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവള് സ്വന്തമായിട്ട് മാനേജ് ചെയ്തോളും, ഇപ്പം അവരൊക്കെ അവളുടെ സ്വന്തം കാര്യമല്ലേ, ഞാനല്ലേ പുറത്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ആണോ അച്ഛാ? ഏയ് ഇല്ലടി, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവൾക്ക് മറ്റൊരാളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ കയറി ചെല്ലുമ്പോൾ തന്നെ അളിയന്മാരെപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ 3/4 മണിക്കൂറായെന്ന് പറയും. വജയെ ചികിത്സിച്ച ബില്ല് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുക്കൂട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കും, ഇതൊക്കെ എന്തിനാ എൻ്റെ കയ്യിൽ തരുന്നത്? നിന്റെ ഭാര്യയെ ചികിത്സിച്ച ചിലവ് നിന്റെ കയ്യിലല്ലേ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കും. അത് പറഞ്ഞുതരാം. അപകടം സംഭവിക്കുന്ന ആ രാത്രി 1:30 മണിക്ക് എന്നോട് വെല്ലുവിളിച്ചിട്ടാണ് വൈജ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇതിൽ നിന്ന് കൊല്ലപ്പള്ളിക്ക് ഏകദേശം 11 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ വൈജയ്ക്ക് അപകടം നടക്കുന്നത് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കടപ്പാട്ടൂർ സർക്കിൾ വിട്ടിട്ടുണ്ട്. പിന്നെ അപകടം നടന്നിടത്തുനിന്ന് 4 കിലോമീറ്ററേ കൈതപ്പള്ളിക്കുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ വേണം അതിന് ചെലവാക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാടോ, ഞാനിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. എന്നെ തീർത്തും അവഗണിച്ച് ഉപേക്ഷിച്ചിട്ടാണ് വൈജ അവിടുന്ന് 1:30 മണിക്ക് ഇറങ്ങിപ്പോയത്. അവള് കൈതപ്പള്ളിയിലേക്കാണേ വന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ഇവർ പറയട്ടോ. അപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഫാമിലി കോർട്ടിലേക്കാണ് വന്നതെങ്കിൽ ഫാമിലി കോർട്ടിൽ നിന്ന് അവർക്കുള്ള ചെലവ് നടത്തേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ഈ ബില്ല് എനിക്ക് റീഫണ്ട് ചെയ്ത് തരണം. അവള് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ അല്ലല്ലോ വരുന്നത്, നിങ്ങളുടെ വീട്ടിലേക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവൻ പറയും, വൈജ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇവിടേക്ക് അവരെ ബാലേന്ദ്ര നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഗ്യാരണ്ടിയും ഇല്ല അതിന്. പിന്നെ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് പ്രസവിച്ച പെങ്ങളെയല്ലേ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്, അതുകൊണ്ട് അതിന് ലേശം ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കണക്ക് തീർക്കുകയാണല്ലേന്ന്. ഇതൊക്കെ എന്ത്, ഞാനുള്ള കാര്യം പറഞ്ഞതാ. ഇനി അങ്ങനെയാണെങ്കിൽ 500 രൂപയുടെ മുദ്രക്കടലാസ് വാങ്ങിയിട്ട് വൈജയെ കൊണ്ട് അതിലെഴുതി ഒപ്പിടിപ്പിക്കണം. ഞാൻ വൈജയന്തി, ഞാൻ എൻ്റെ ഭർത്താവിനോട് തെറ്റി എൻ്റെ വീട്ടിലേക്ക് പോകവേ ഒരു ആക്സിഡന്റ് നടന്നു, അതിനുശേഷമുള്ള എല്ലാ ചെലവും വഹിച്ചത് എൻ്റെ ഭർത്താവാണെന്നും ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയാൽ നേരെ നെടുമ്പുരിക്കൽ ബാലചന്ദ്രന്റെ ഭാര്യയായി ജീവിച്ചോളാം എന്നും ഇനി ഒരു വഴക്കും ഉണ്ടാക്കില്ലെന്നും ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നും എഴുതിയിട്ടുള്ള ഒരു മുദ്ര പേപ്പറിൽ വൈജയന്തി ഒപ്പിടുകയാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഈ തന്ന തുക നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തേക്കാന്ന് പറയും. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, വൈജ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന്. ചെയ്യണ്ട, അവൾ ഇങ്ങോട്ട് വരണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. എൻ്റെ ക്യാഷ് ഇങ്ങ് തന്നാൽ മതി. ഞാൻ എന്തിനാ ശത്രുവിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കുന്നേ, അതിൽ വല്ല ന്യായം ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രാജീവൻ പറയും, ശരി, ബില്ലിന്റെ തുക ഞങ്ങൾ നാളെ തന്നെ
അങ്ങോട്ട് തന്നേക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോരാ, ബൈസ്റ്റാൻഡറായിട്ട് നിന്നവർ എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്നും സ്വന്തം ആങ്ങളയുടെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പെങ്ങൾ കൂട്ടിരുന്നത് എന്നും അവളൊരു ശത്രുവാണെന്ന് ഞാൻ അവരോട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചുരുങ്ങിയത് ദിവസം ഒരു 2000 രൂപ വെച്ചെങ്കിലും കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 50,000 റുപ്യ അവർക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അതും കൊടുത്തേക്കാന്ന് പറയണേ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും എന്താണ് ബാലേന്ദ്ര, ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കാനാണോ നീ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തീർന്നില്ല ശിവേട്ടാ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. എന്നിട്ടും വൈജയ്ക്ക് എൻ്റെ ശത്രുവിന് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ എല്ലാ ചെലവും നിർവഹിച്ച് ഞാൻ മാത്രമേ ഓടി നടന്നുള്ളൂ. അതിന് ശരിക്കും നിങ്ങൾ ഒരു എമൗണ്ട് എനിക്കും ഫിക്സ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ.